കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും റൂമെടുത്ത് താമസിച്ചതിന്റെ ബില്ലായ 80.6 ലക്ഷം രൂപ ഇനിയും അടയ്ക്കാത്തതിനാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മൈസൂരുവിലെ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടൽ അറിയിച്ചു. ഇത്രയും വൈകിയതിനാൽ 18% പലിശ സഹിതം 12.09 ലക്ഷം രൂപ കൂടി അധികമായി നൽകണമെന്നും ജൂൺ 1 മുമ്പ് 92.69 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഹോട്ടൽ അധികൃതർ അറിയിച്ചു. 2023 ഏപ്രിൽ 9 കടുവ സെൻസസ് പ്രഖ്യാപനത്തിനെത്തിയ പ്രധാനമന്ത്രിയുടെ ഹോട്ടൽ ബിൽ ആര് കൊടുക്കുമെന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കം മുറുകിയതിനിടയിലാണ് ഒരു വർഷം പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമാകാത്തത്. ബന്ദിപ്പൂർ പ്രോജക്ട് ടൈഗർ പദ്ധതിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടി ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും ചേർന്നാണ് സംഘടിപ്പിച്ചത്. നടത്തിപ്പ് ചുമതല കർണാടക വനം വകുപ്പിനായിരുന്നു. മുഴുവൻ ചിലവും കേന്ദ്രം വഹിക്കാമെന്ന ധാരണയിൽ മോദിയുടെ സന്ദർശനത്തിന് 3 കോടി രൂപ ഉൾപ്പെടെ ബജറ്റും നിശ്ചയിച്ചു. എന്നാൽ മൊത്തം 6.33 കോടി രൂപ ചെലവായി. ഇതിൽ 3 കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചത്. ബാക്കി തുകയ്ക്കായി പലവട്ടം കത്തയച്ചതിന് പിന്നാലെ ഈ ഫെബ്രുവരിയിലാണ് ഹോട്ടൽ ബിൽ സംസ്ഥാനം വഹിക്കണമെന്ന് NTC അറിയിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനിടെ നടന്ന പരിപാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം NTCയ്ക്കായിരുന്നുവെന്നും സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ലെന്നും കർണാടക വനം മന്ത്രി ഈശ്വർ ഖാണ്ഡെ പ്രതികരിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പലവട്ടം NTCയെ സമീപിച്ചെങ്കിലും കുടിശ്ശിക തുക ലഭിച്ചില്ല. പ്രശ്നം സൗഹാർദ്ദപരമായി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മൈസൂരുവിലെത്തിയ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ മുതുമലൈ കടുവാ സങ്കേതവും സന്ദർശിച്ചിരുന്നു.